അലീനയുടെ ബർത്ത്ഡേ ദിവസം അലീനയ്ക്ക് ബാലചന്ദ്രൻ കൊടുക്കുന്ന ആ ഒരു സർപ്രൈസ് കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ വൈജ. അങ്ങനെ രാവിലെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വൈജയന്തി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ബാലചന്ദ്ര, എന്താണ് നിങ്ങൾക്ക് എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ നിങ്ങളോട് അത്രമാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ബാലചന്ദ്ര. ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ഒരു തെറ്റും നിങ്ങളോട് ചെയ്തിട്ടില്ല. ഒരു കണക്ക് നോക്കിയാൽ നിങ്ങൾ എന്നെയല്ലേ ചതിച്ചത്? കല്യാണത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിരുന്നു, അതിലൊരു കുഞ്ഞു നിങ്ങൾക്കുണ്ടായി. അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ ഞാനല്ലേ നിങ്ങളോട് ഇത്രയധികം ദേഷ്യം കാണിക്കേണ്ടതും പക കാണിക്കേണ്ടതും നിങ്ങളോട് വേർപിരിഞ്ഞ് നിൽക്കേണ്ടതും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തിരിച്ചാണല്ലോ എന്നോട് ചെയ്യുന്നത്. അതിന് മാത്രം തെറ്റ് ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, നീ ആലോചിച്ചിട്ട് നിനക്കൊന്നും കിട്ടുന്നില്ല അല്ലേ വൈജെ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിന്റെ പഴയ കഥകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വിസ്തരിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അതുകൊണ്ട് നിന്റെ വാ അടച്ച് നീ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ വൈജയന്തിക്കൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. തനിക്ക് ആഗ്രയിലുണ്ടായിരുന്നപ്പോഴുള്ള പ്രണയവും അതിലൊരു കുഞ്ഞുണ്ടായ കാര്യമൊക്കെ ബാലചന്ദ്രൻ ഇനി അറിഞ്ഞിട്ടുണ്ടാവുമോ? അങ്ങനെ ബാലചന്ദ്രൻ ആ കാര്യം അറിയാനായിട്ട് യാതൊരു വഴിയുമില്ല. ഇത്രയും വർഷമായില്ലേ, ഇനിയാണോ ബാലചന്ദ്രൻ ഇനി ആ കാര്യം അറിയുന്നത്? അതിലെങ്കിലും ബാലചന്ദ്രൻ അതിനി എങ്ങനെ അറിയാനാണ്? അതൊന്നും ആയിരിക്കില്ല. എന്നിട്ടും വൈജയന്തിയുടെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ ഒരു ടെൻഷനൊക്കെയാണ്. വൈജയന്തി ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഇനി എങ്ങാനും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവുമോ? എന്തായാലും ഗംഗേട്ടനെ വിളിച്ച് കാര്യം പറയാം. ഇനി ഗംഗേട്ടൻ എങ്ങാനും ബാലചന്ദ്രനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുമോ? എനിക്കൊന്നും അറിയില്ല, ഗംഗേട്ടനെ വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഗംഗാധര മേനോനെ വിളിക്കുകയാണ്. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വൈജയ്, എന്താ ഇപ്പോൾ വിളിക്കാനൊരു കാര്യം? ഗംഗേട്ടനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ഗംഗേട്ടൻ എനിക്ക് മുമ്പ് പ്രണയം ഉണ്ടായിരുന്ന കാര്യം എന്തെങ്കിലും ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടോ? ആഗ്രയിൽ വെച്ചിട്ട് എനിക്കൊരു പ്രണയമുള്ള കാര്യം ബാലചന്ദ്രനോട് ഗംഗേട്ടൻ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല വൈജയ്, എന്തു പറ്റി ഇപ്പോൾ ഇത് ചോദിക്കാനായിട്ട്? ഇപ്പോൾ ബാലചന്ദ്രൻ എന്താ അങ്ങനെ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? അങ്ങനെ ഒന്നും എടുത്തു പറഞ്ഞില്ല, പക്ഷേ ബാലചന്ദ്രൻ എന്തൊക്കെയോ ഉള്ളിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ കാര്യം എങ്ങാനും ഗംഗേട്ടൻ ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. പിന്നെ എന്താ എന്ന് എനിക്കറിയില്ല ബാലചന്ദ്രൻ എന്നോട് ഇത്രയധികം ദേഷ്യം കാണിക്കുന്നത്. ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഗംഗേട്ട. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഗംഗേട്ടൻ എങ്ങാനും ഇനി ബാലചന്ദ്രനോട് ആ കഥകൾ, ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ പഴയ കഥകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഗംഗാധര മേനോൻ പറയുകയാണ്, ഇല്ല വൈജയ്, ഇല്ല. അത് ബാലചന്ദ്രൻ എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പുറത്ത് വിളിച്ച് പറഞ്ഞതായിരിക്കും, അല്ലാതെ ഇത്രയും വർഷമായില്ലേ, അത് ബാലചന്ദ്രൻ ഇത് അങ്ങനെയൊന്നും മനസ്സിൽ വെച്ച് പറയുന്നതായിരിക്കില്ല. നീ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഗംഗാധര മേനോൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് മാലതിയും ഗംഗാധര മേനോൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. മാലതി ചോദിക്കുന്നുണ്ട്, ഗംഗേട്ട, ഇനി എത്ര നാൾ ഈ ഒരു വലിയ സത്യം മറച്ചു വയ്ക്കാൻ കഴിയും? അതിന് വൈജ അറിയണ്ടേ? നിങ്ങൾ പറയാത്തെന്താ ബാലചന്ദ്രന് ഈ ഒരു സത്യം അറിയാമെന്നുള്ള കാര്യം? അപ്പോൾ ഗംഗാധര മേനോൻ പറയാണ്, എന്താ മാലതി നീ പറയുന്നത്? നിനക്കറിയില്ലേ അവളുടെ സ്വഭാവം? എന്തിനോടെങ്കിലും അല്ലെങ്കിൽ അവൾ എന്ന് താന്നു പോയെന്ന് അവൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ കഴിയില്ല. ഇത്രയും നാളും തൻ്റെ ഭർത്താവ് ആ ഒരു സത്യം അറിഞ്ഞുകൊണ്ടാണ് തന്നോടൊപ്പം ജീവിച്ചതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ മരിച്ചു കളയാൻ വരെ തയ്യാറാകും. അതുകൊണ്ട് ആ ഒരു സത്യം ഇപ്പോൾ അവളടുത്ത് പറയണ്ട. ഒരു കാലം വരും, ആ കാലം ബാലചന്ദ്രൻ തന്നെ അവളോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അപ്പോൾ അവൾ ഈ കാര്യങ്ങളെല്ലാം അറിയട്ടെ, അല്ലാതെ നമ്മളായിട്ട് അവൾക്ക് യാതൊരു സൂചനയും കൊടുക്കണ്ട. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും അവൾക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന്. പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവളൊരു ഭ്രാന്തിയായി മാറും. 22 വർഷങ്ങൾക്ക് മുമ്പ് താൻ പ്രസവിച്ച തൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവളുടെ സമനില തെറ്റും. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയില്ല അവളെ ഈ ഒരു വിവരം അറിയിക്കാൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് രാവിലെ, അച്ഛ കോഫി കുടിച്ചിട്ട് പോവാ അച്ഛൻ ഓഫീസിലേക്കാണോ ഇപ്പോൾ പോകാൻ ഇറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോളെ, കുറച്ച് ദിവസമായില്ലേ ഓഫീസിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. വൈജയന്തി ഇവിടെ വന്നേ പിന്നെ അധികം ഞാനങ്ങനെ ഓഫീസിൽ പോയിട്ടില്ലല്ലോ. ഇന്ന് പോയി കാര്യങ്ങളെല്ലാം തിരക്കി വരണം.
മോൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കാമല്ലോ നിനക്ക്. എപ്പോഴും എന്തിനാ ഇങ്ങനെ അടുക്കളയിൽ കയറി ഓരോ ഭക്ഷണം ഓരോരുത്തർക്ക് വേണ്ടി വെച്ച് വിളമ്പി കൊടുക്കുന്നത്? നീ എൻ്റെ കൂടെ പോരേ മോളെ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വൈജയന്തി അടുക്കളയിൽ നിന്നും ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ വരാനാ നിങ്ങൾ ഈ പറയുന്നത്? അവളിനി നിങ്ങളുടെ കൂടെ വന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളും കൂടെ ഇനി ചെയ്യണോ? അവൾ ഇവിടുത്തെ വീട്ടുവേലക്കാരിയല്ലേ? ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയാൽ പോരെ? ഓഫീസിലെ കാര്യങ്ങൾ എന്തിനാ അവൾ അറിയുന്നത്? അവൾ ഇവിടെ നിന്നാൽ മതി, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇവിടുത്തെ വേലക്കാരി ഈ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. അല്ലാതെ അവിടെ വന്നിട്ട് ഇനി വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നീ നിൻ്റെ വാ അടച്ചൊന്ന് വെക്കി വൈജേ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവളെ എനിക്ക് കൊണ്ടുപോകണമെന്ന് തോന്നിയാൽ ഞാൻ കൊണ്ടുപോകും. അതിന് നിൻ്റെ ഒരു ഔദാര്യത്തിൻ്റെ ആവശ്യം എനിക്കില്ല. നിൻ്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്തിലോ ഒന്നുമല്ല ബാലചന്ദ്രൻ ജോലി ചെയ്യുന്നത്. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അല്ലാതെ നിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സ്ത്രീധനമായിട്ടൊന്നും തന്നിട്ടുള്ളതല്ലല്ലോ വൈജയ് എന്ന് പറയുമ്പോൾ വൈജയ് അങ്ങ് മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട്. വാ മോളെ, ഇവളങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അലീനയെ കൂട്ടി വീട്ടിലേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നാളെ നിൻ്റെ ബർത്ത്ഡേ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സെലിബ്രേഷൻ വേണ്ടേ മോളെ? ഈ അച്ഛൻ അതെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യണ്ടേ? അയ്യോ അച്ഛാ, അതൊന്നും വേണ്ട, ഞാൻ അതൊന്നും ഒട്ടും ആഗ്രഹിച്ചിട്ടേയില്ല. എനിക്ക് എൻ്റെ അമ്മയെങ്കിലും ഇപ്പോൾ കാണാൻ പറ്റിയില്ലേ, അത് തന്നെ സമാധാനം. ഒരിക്കൽ പോലും അമ്മയെ എനിക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അല്ലെങ്കിലും ഒരിക്കലും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ. അന്നല്ലേ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ദിവസം എനിക്ക് ഓർക്കാൻ കൂടെ കഴിയില്ല. എനിക്കത് ആഘോഷിക്കുകയും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, മോളെ അതിപ്പോൾ നീ അങ്ങനെ ആലോചിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ആഘോഷിക്കണം മോളെ, ഇല്ലെങ്കിൽ കൃഷ്ണമോക്കൊക്കെ സങ്കടമാവും. അച്ഛൻ അലീന ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്ന് പറഞ്ഞ്. അവൾ ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞു അലീന ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കണം, കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ. ചെറിയൊരു കേക്കെങ്കിലും വാങ്ങിച്ച് കട്ട് ചെയ്യണം, അത് അച്ഛൻ്റെ ഒരു കടമയല്ലേ മോളെ. പിന്നെ അച്ഛൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്കതിൽ വേറെ വിസമ്മതമൊന്നുമില്ല അച്ഛാ. അച്ഛൻ കേക്ക് വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുകയാണ്, ഓ വീട്ടുവേലക്കാരിയായിട്ട് വന്നിട്ട് ഇപ്പോൾ ബർത്ത്ഡേ കൊണ്ടാടണം, അവൾക്ക് ഓഫീസിൽ പോകണം, എന്തെല്ലാം കാര്യങ്ങൾ നടത്തണം, ഓരോരുത്തരെ വഴി പിടിപ്പിക്കാനായിട്ട് നടക്കുന്നു അവൾ. നിനക്കൊന്ന് നാണമില്ലേടി എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, വൈജയ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവളുമായിട്ട് നീ ഒരു വഴക്കിന് നിൽക്കരുത് എന്നുള്ള കാര്യം. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് വൈജയ്, നിനക്കൊരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? നീ വയ്യാതായിട്ട് ഇവിടെ കിടന്നപ്പോൾ നിനക്കൊന്ന് എണീറ്റ് നടക്കാൻ വേണ്ടി നിന്നെ സഹായിച്ചത് ഈ നിൽക്കുന്ന പാവം പെൺകുട്ടിയാ. നിനക്ക് വേറെയും മക്കളുണ്ടല്ലോ, അവരാരെങ്കിലും നിന്നെ തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. നിനക്കന്ന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇപ്പോൾ നീ ഇത്രയും അഹങ്കാരത്തോടെ സംസാരിക്കാൻ തന്നെ കാരണം അലീനയാണ്. അവളോട് ആ ഒരു നന്ദിയെങ്കിലും നീ കാണിക്കുക വൈജയ്. കഷ്ടം, ഇങ്ങനെ ആയിപ്പോയല്ലോ നിൻ്റെ സ്വഭാവം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, തോറ്റു കൊടുക്കാൻ സമ്മതമില്ലാത്തത് കൊണ്ട് തിരിച്ചു വാദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇവളോട് എന്നെ സഹായിക്കാൻ? ഇല്ലല്ലോ. ഇവളില്ലെങ്കിൽ ഞാൻ വേറൊരു ജോലിക്കാരിയെ വെക്കും, അല്ലാതെ ഇവളെ കണ്ടുകൊണ്ടാണോ ഞാൻ നടക്കുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സത്യത്തിന് നിരക്കാത്ത കാര്യം പറയല്ലേ വൈജയ്. നീ ആരെ വയ്ക്കുമായിരുന്നു? ആ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ് നീ പണ്ടത്തെക്കാളും വലിയ അഹങ്കാരത്തോടു കൂടി ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ബാലചന്ദ്രൻ്റെ മുന്നിൽ തിരിച്ചു പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓരോന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട്, അലീന തന്നെയാണ് തന്നെ പഴയ സ്ഥിതിയിൽ നിന്നും ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് മാറ്റിക്കൊണ്ട് വന്നത്, അവൾ തന്നെയാണ് എന്നെ സഹായിച്ചത് എന്നുള്ള കാര്യം. എങ്കിലും അതൊന്നും ആരോടും തുറന്നു പറയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം അലീനയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അവിടെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബാലചന്ദ്രൻ വൈജയന്തിയെ വിളിക്കുന്നുണ്ട്, വൈജയ് ഇങ്ങോട്ടേക്കൊന്ന് വന്നേ, ഈ കട്ട് ചെയ്ത കേക്ക് നീ അവളുടെ വായിലേക്കൊന്ന് വെച്ചു കൊടുക്കുന്നു. പക്ഷെ ആ സമയത്ത് വൈജയന്തി റൂമിൽ വല്ലാതെ വിഷമത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നത്. അലീന വൈജയന്തിയെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുന്ന സമയത്താണ് വൈജയന്തി ആകെ കരഞ്ഞ് വല്ലാതൊരു അവസ്ഥയിലിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മേഡം, എന്താ മേഡം എന്നിങ്ങനെ കരയാൻ കാര്യമെന്ന്. വൈജയന്തി ആ ഒരു ദിവസത്തെ കാര്യങ്ങളായിരിക്കും അന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ ദിവസം, ഇന്നത്തെ അതേ ദിവസം, അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്താണ് അലീനയും വന്ന് വൈജയന്തിയെ വിളിക്കുന്നത്. എന്താ മേഡം, മേഡത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണോ മേഡം ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്ത് സംഭവിക്കാൻ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വല്ലാതെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് ഇങ്ങോട്ടേക്കൊന്ന് വന്നേ, ഈ കട്ട് ചെയ്ത കേക്ക് നീ അവളുടെ വായിലേക്കൊന്ന് വെച്ചു കൊടുക്കുക, അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവും. എന്തിനാ ഞാൻ വെച്ചു കൊടുക്കുന്നത്? ആ വേലക്കാരി പെണ്ണിന് വെച്ചു കൊടുക്കുക? ഞാൻ അവളുടെ അമ്മയാണോ? അല്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ വെച്ചു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ അവളുടെ അമ്മയല്ലായിരിക്കാം, പക്ഷേ നിന്നെ ഈ നിലയിലേക്കാക്കിയത് അവളല്ലേ, അവളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമല്ലേ നീ ഇപ്പോൾ എന്നോട് ഉച്ചത്തിൽ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു നന്ദിയായിട്ടെങ്കിലും നീ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ വൈജ, ശരി ശരി, എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് കേക്ക് അലീനയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ആ കേക്ക് കഴിക്കുമ്പോൾ അലീനയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. അവളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവളുടെ സ്വന്തം അമ്മയാണല്ലോ, ഒന്നും അറിയാതെയാണെങ്കിലും അവൾക്ക് ഇന്നത്തെ ദിവസം കേക്ക് നൽകിയത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അതിനുശേഷം ബാലചന്ദ്രൻ അവൾക്കൊരു കവറ് കൊടുക്കുന്നുണ്ട്, ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഇതിലുള്ളത്? ബാലചന്ദ്രൻ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അത് വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി ദേഷ്യത്തോടെ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അലീന ഇങ്ങനെ ആ കവറൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസ് ആയിരിക്കും, കുറച്ച് പഴയ ഫോട്ടോസ്, അവൾ കാണാൻ ആഗ്രഹിച്ച അവളുടെ അച്ഛൻ്റെ ഫോട്ടോസ്. ഗംഗാധര മേനോൻ്റെ കൂടെ ലാലിച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന ഫോട്ടോസാണത്. അവരൊപ്പം ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെയാണ് വൈജയന്തിയുമായിട്ട് അവർ പ്രണയത്തിലാവുന്നത്. ബാലചന്ദ്രൻ ഇടയ്ക്ക് ഗംഗാധര മേനോനെ കാണാൻ പോവുകയും ഗംഗാധര മേനോൻ്റെ കയ്യിൽ നിന്നും ലാലിച്ചിൻ്റെ ഫോട്ടോസ് നിർബന്ധപ്രകാരം വാങ്ങിക്കുകയാണ് ചെയ്തത്. ആ ഫോട്ടോസാണ് അലീനയ്ക്ക് അവളുടെ ബർത്ത്ഡേ ദിവസം അവൾ കാണാൻ ആഗ്രഹിച്ച, അവൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അവളുടെ അച്ഛൻ ലാലിച്ചിൻ്റെ ഫോട്ടോസ് ബാലചന്ദ്രൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് നൽകിയത്. അത് കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. അച്ഛാ ഇത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോളെ, ഇത് തന്നെയാണ് നിൻ്റെ അച്ഛൻ, നിനക്ക് ബർത്ത്ഡേക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. നിനക്ക് സന്തോഷമായില്ലേ? ഒരുപാട് സന്തോഷമായച്ചാ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എനിക്ക് അച്ഛൻ കാണിച്ചു തന്നില്ലേ, സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവളിങ്ങനെ തനിച്ച് അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും ലാലിച്ചിൻ്റെ ഫോട്ടോസ് അവളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ വൈജയന്തി അടുക്കളയിലേക്ക് കയറി വരികയും ഇതാരുടെ ഫോട്ടോ ആണെന്ന് അറിയുന്നതിന് വേണ്ടി പിടിച്ചു വാങ്ങിക്കുകയാണ് ചെയ്തത്. അലീന ഫോട്ടോസ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും വൈജയന്തി അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ഫോട്ടോസ് നോക്കുമ്പോൾ ലാലിച്ചിൻ്റെ ഫോട്ടോസ്. അവളുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു പരിഭ്രാന്തിയാണ് ഉണ്ടായത്. അവളിങ്ങനെ പേടിച്ച് നിന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെന്നാ ഈ ഫോട്ടോസ് കിട്ടിയത്? ഇതാര് തന്നതാ? വൈജി അങ്ങ് വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. ഇതാരായിരിക്കും ഈ ഫോട്ടോ ഇവളുടെ കയ്യിൽ കൊടുത്തത്? ഇവൾ ആരായിരിക്കും? ഇവള് എൻ്റെ മകളാണോ? ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവക്ക് ഈ ഫോട്ടോസ് കിട്ടി? അവൾ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. പല കാര്യങ്ങളും ഇങ്ങനെ വൈജയന്തി ഒത്തുനോക്കുമ്പോൾ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവളെ ബർത്ത്ഡേ ആഘോഷിച്ച ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ തോന്നുന്നുണ്ട്. വൈജയന്തി ലാലച്ചിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അവളുടെ കണ്ണൊക്കെ അങ്ങ് വല്ലാതെ നിറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മേഡം? മേഡത്തിൻ്റെ കണ്ണൊക്കെ പെട്ടെന്ന് നിറഞ്ഞല്ലോ, മേഡത്തിന് ഇയാളെ അറിയാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് കയ്യിലിരുന്ന ഫോട്ടോയൊക്കെ നിലത്തേക്ക് എറിഞ്ഞിട്ട് വൈജയന്തി ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് പോയി കഥ കടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി കാണുന്നത് വരയ്ക്കും ബൈ.